വിജയ സിനിമകളുടെ ഭാഗമായിട്ട് തന്നെ ഒരാളെന്ന് പറയുമ്പോൾ അവരതിൽ വിശ്വസിച്ചു പോകും. സിനിമ ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. 700 കോടി രൂപ നഷ്ടമാണ്. നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ വരെ പരിശോധന. അവർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എത്രയോ പേര് പ്രതികളാക്കി ഒരു നിർമ്മാതാവ് പരാതി കൊടുക്കുന്നു. പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ചില ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ടെക്നീഷ്യൻസ് ഉണ്ട്. പ്രൊഡ്യൂസർ മാത്രമാണ് ഈ നേരത്തെ പറഞ്ഞാൽ തട്ടുമ്പുറത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടവരുന്നത്. എത്രയോ പാവപ്പെട്ട ആൾക്കാർ എവിടെയോ ഒക്കെ അധ്വാനിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ്. കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ ഇത്ര അധികം ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് ഒന്നും ഇവിടെ ഇല്ല. എത്ര പൈസ മുടക്കി കഴിഞ്ഞോട്ടെ, ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ആരാധന ഒന്നുമില്ല. ഓക്കെ, അവരെവിടെയെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ സെൽഫി എടുക്കാനായിട്ട് ബഹളവും അതും ഇതൊക്കെ ഉണ്ടാവായിരിക്കാം. അല്ലാതെ നോക്കുമ്പോൾ സിനിമയിൽ ആകെ പ്രശ്നങ്ങളാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുതിയ സിനിമകൾ വരുമ്പം എല്ലാവർക്കും പ്രതീക്ഷയാണ്. അത്തരമൊരു സിനിമ രേഖാചിത്രം വരുന്നു. എൻ്റെ പ്രൊഡ്യൂസറാണ്, അടുത്ത സുഹൃത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല നല്ല സിനിമകൾ സംഭാവന ചെയ്ത പ്രൊഡ്യൂസർ വേണിച്ചേട്ടനാണ്. വേണിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസമുള്ളൂ ജനുവരി 9 ആകാൻ. അതെ, രേഖാചിത്രം വരികയാണ്. ആസിഫ് അലിയുടെ വലിയ മാസൊക്കെയാണ് ഞാൻ അറിഞ്ഞേക്കണം. എങ്ങനെയാണ് പ്രതീക്ഷ? ഇത് സ്വാഭാവികമായിട്ടും എല്ലാ സിനിമകൾക്കും ഉള്ള പോലെ തന്നെ ഇതിലും പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിൽ നമുക്ക് ഇത്തിരി കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം സിനിമയുടെ ഒരു കഥയും പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനിലും എല്ലാം നമ്മൾ പല പ്രാവശ്യം സിനിമ കണ്ടതിൽ നിന്ന് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ കൂടിയൊരു സിനിമയാണിത്. ഒരു വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് ഇൻവെസ്റ്റിഗേഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ ഒരിക്കലും പറയണില്ല, വേറൊരു പാറ്റേണിലാണ് നമ്മൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കണേ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. അപ്പോൾ അതിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണത്. അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിലോട്ട് എത്തിപ്പെടാനായിട്ടുള്ള കാരണം. അതിൻ്റെ ഒരു വ്യത്യസ്തത തന്നെയാണ്. അല്ല, ആദ്യം വേണിച്ചേട്ടൻ അല്ലായിരുന്നോ ഈ കഥ കേട്ടപ്പോൾ ഇൻട്രസ്റ്റ് ആയി വീണ്ടും? അല്ല, അങ്ങനെയല്ല. ഇത് കഥ ആൻഡോ ജോസഫും ജോഫിനും കൂടി ഉള്ള ഒരു ടൈപ്പിലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 2018 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആൻഡോ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് കേട്ട് നോക്കുന്ന പറഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കഥകൾ കേൾക്കണേണ്. ഒരു മിക്കതും നമ്മളപ്പോൾ തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇത് ജോഫിൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് ഞാനത്, ജോഫിനും എൻ്റെ റൈറ്റർ ജോണും കൂടി വന്നിട്ട് പറഞ്ഞത്, ഓൺ ദ സ്പോട്ട് ഞാനത് എഗ്രി ചെയ്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം, അതായത് ആൾക്കാർക്ക് എന്തായാലും ഒരു പുതുമ തോന്നണം ഒരു സിനിമയായിരിക്കുമെന്ന് അന്നേരം മനസ്സിലാക്കി. പിന്നെ ജോഫിൻ്റെ സിനിമ കണ്ടിട്ടുള്ളതാണ്, ഈ പ്രീസ്റ്റ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതും ആ ഒരു മേക്കിങ്ങിൽ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തത അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്. ജോഫിനെ സംബന്ധിച്ച് ആദ്യ സിനിമ ഹിറ്റ് അടിച്ച മമ്മൂക്കാനെ വെച്ചിട്ട് ചെയ്ത് ഹിറ്റ് അടിപ്പിച്ചത്. അതെ. പുതിയൊരു സംവിധാനം തന്നെ നമുക്ക് തോന്നിയിട്ടില്ല. കറക്റ്റാണ്. ജോഫിനൊരു വ്യത്യസ്തനായ ഒരു ഡയറക്ടറാണ്. നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സൗമ്യനായ, യാതൊരു ബഹളങ്ങളോ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ഒരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അല്ലേ? എനിക്കൊന്ന് 2018 ഏറ്റവും ഹിറ്റടിച്ച സിനിമയായിരുന്നു അല്ലേ? അത് യാതൊരു സംശയമില്ല. മാളികപ്പുറം ആണെങ്കിൽ നമുക്കറിയാം ഹിറ്റടിച്ച സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ആനന്ദ് ശ്രീബാല വന്നു, ചാവേർ വന്നിരുന്നു, ചാവേർ വന്നിരുന്നു. മേക്കിംഗ് ഭയങ്കരമായിരുന്നു. മേക്കിംഗ് പക്ഷേ അത് എന്തോ നമ്മുടെ പക്ഷേ എല്ലാം ബിസിനസ് എല്ലാം നമ്മൾ ഓക്കെയാണ്. ചാവേർ കഴിഞ്ഞിട്ട് ആനന്ദ് ശ്രീബാല വന്നു. അതൊരു റിയലിറ്റിക് സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കഥയായിട്ട് മാറി. അതും പ്രേക്ഷകർ ഏറ്റെടുത്തു. അപ്പോൾ പ്രതീക്ഷകൾ ഒന്നും മങ്ങലില്ലാതെ അതിലുപരി പ്രതീക്ഷയായിട്ടാണ് രേഖാചിത്രം വരുന്നതെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. അതെ. രേഖാചിത്രം നമുക്ക് ഭയങ്കര അധികം ഒരു കോൺഫിഡൻസ് ഉള്ള സിനിമയാണ്. അതിൽ അതായത് നാളെ ഇത് 100 കോടിയോ അല്ലെങ്കിൽ 200 അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് ആൾക്കാരെ നിരാശപ്പെടുത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇതേ പാറ്റേണിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന പൊതുവെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിലാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മോശം സിനിമയെന്ന് ഒരിക്കലും പറയില്ലെന്ന് എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. എനിക്ക് നമ്മൾ 2018 ഓസ്കാറിലേക്ക് വരെ എത്തി. ആ മുഹൂർത്തമൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ അഭിമാനമായിരുന്നു. ലാസ്റ്റ് സമയത്ത് നമ്മൾ ഇല്ലാതെ ആകുന്നത് മാത്രം. പക്ഷേ അവിടം വരെ എത്തിക്കാൻ ആ സിനിമ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചും വലിയ അഭിമാനമായിരുന്നു. അത് കറക്റ്റാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2023 ആകെ നോമിനേറ്റ് ചെയ്ത ഒരു സിനിമ ഇതായിരുന്നു. ഒരു സിനിമയല്ല നോമിനേറ്റ് ചെയ്യുന്നത് ഓരോ രാജ്യങ്ങൾ. അപ്പോൾ അത് ശരി, അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഈ ഓസ്കാറിൽ പോയി, ഇവിടെ ഹോളിവുഡിൽ പോയി കഴിഞ്ഞിട്ട് ലോസ് ഏഞ്ചൽസിൽ പോയിട്ട് ഞാനും ജൂഡും കൂടി അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊമോഷനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്
അത്ര ഈസി ആയിട്ടുള്ളൊരു ഇതല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ജോലികൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതായത് എനിക്ക് തോന്നുന്നു നേരത്തെ ഹൈദരാലിയായിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളൊരു സിനിമയുടെ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ ഒരുമാതിരി എല്ലാവരും എന്നെപ്പോലെ എല്ലാവരും നോക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കും, ഇത് തിയേറ്ററിൽ വന്നാൽ എങ്ങനെയായിരിക്കും, ഇതിനെ OTT അല്ലാന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ്, ഓവർസീസ്, ഈ പറയുന്ന മ്യൂസിക് റൈറ്റ്, ഇതിനൊക്കെ എന്തായിരിക്കും ചാൻസ്. ഇത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ തലേ കൂടി പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ. പക്ഷേ ഒരു ഓസ്കാറിനെ പറ്റി ഒരു മോഹമുള്ള ഒരു പ്രൊഡ്യൂസറാണെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. ഇത് ഓസ്കാറിന്, അതായത് എനിക്കൊരു ഓസ്കാറിലോട്ട് ഒരു മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ അതിനെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഓസ്കാർ ചിന്തകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഇൻ്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് വേണം. പിന്നെ അതിനൊരു മെസ്സേജ് വേണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിലുപയോഗിക്കുന്ന കോസ്റ്റ്യൂം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിൽ ഈ പറയുന്ന ഓസ്കാർ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു സിനിമയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ അതിനൊരു ചാൻസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു ഇതൊന്നുമല്ല. പക്ഷെ അതിന് വേണ്ടി നിൽക്കണം. അത് എത്ര പ്രൊഡ്യൂസേഴ്സ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇറക്കണവൻ അതെങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു പിടിക്കുക, ലാഭം, ഇത് മാത്രമാണ് അവൻ്റെ മുന്നിൽ. ഓസ്കാർ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി ആയിട്ടുള്ളത്, എക്സ്പെൻസീവാണ്, അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ വരെയിരിക്കാം. നമുക്കൊക്കെ മോഹമുണ്ട് അങ്ങനത്തെ ഒരു നല്ലൊരു സബ്ജക്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഓസ്കാറിൽ കൊണ്ട് അതൊക്കെ ഒരു ലൈഫിലെ ഒരു വൺ ടൈം കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരും. തീർച്ചയായിട്ടും. ഇപ്പം 2024 കഴിഞ്ഞ് 25 ഇരിക്കുകയാണ് നമ്മൾ. 2024 സിനിമയ്ക്കുണ്ടായ നഷ്ടക്കണക്കുകൾ നിർമ്മാതാക്കളുടെ സംഘടന റിലീസ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾക്ക് അറിയുന്നത്. 700 കോടി രൂപ നഷ്ടമാണ്. ഇത് സത്യം പറഞ്ഞാൽ നമുക്കത് അറിയുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതവും ശരിക്കും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്കത് ഭയങ്കര ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 700 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാർ എവിടെയോ ഒക്കെ അധ്വാനിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പറയുന്ന 700 കോടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൈസ ഒന്നുമല്ല, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇതെല്ലാവരും ചിന്തിക്കണം. ഈ സിനിമയുടെ പുറകിലുള്ള പ്രത്യേകിച്ച് പ്രൊഡ്യൂസറും ഇതിൻ്റെ ബാക്കിലുള്ള അസോസിയേഷനും ഇവരൊക്കെ വളരെ എന്താണ് പറയണത്, വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടനുസരിച്ച് ഇതിൻ്റെ ഈ പറയുന്ന ബ്രേക്ക് ഈവൻ ആയേക്കണ സിനിമ ടോട്ടൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് അല്ല പറയണം, ബ്രേക്ക് ഈവൻ ആയത് നോക്കുമ്പോൾ തന്നെ മൊത്തം വന്നാക്കുന്ന സിനിമയുടെ ഒരു 10% ഉണ്ടാവുള്ളൂ, ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോഴും ആ ബിസിനസ്സിൻ്റെ ഇതിൽ 10% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ടോട്ടൽ ബിസിനസ്സിൻ്റെ കാര്യം ഓരാണ്. അപ്പോൾ എന്നിട്ടും ആൾക്കാർ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് സിനിമ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ എല്ലാ ആഴ്ചയും എത്രയോ സിനിമകളാണ് തിയേറ്ററിലോട്ട് വന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്? ഈ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറല്ല, അല്ലാത്ത ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറഞ്ഞാൽ കുറേ റോങ് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ അവരോട് OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇതിലൊക്കെ കിട്ടാൻ പോകണമെന്നൊരു വലിയ കാര്യം. പിന്നെ ഇവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിങ് ഒരു സിനിമകളുണ്ടല്ലോ, അത് മാത്രമേ ഇവർ പറയുള്ളൂ. അല്ലാതെ ആഴ്ചയിൽ വന്നു കഴിഞ്ഞിട്ട് 10 സിനിമയെ പറ്റി സംസാരിക്കുകയുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ഏതോ ഒരു ആൾക്കാർ ഇതിലോട്ട് വീണ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മിക്കപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ അവർ ആക്ച്വൽ ബഡ്ജറ്റ് പറയില്ല. ഇപ്പോൾ ഒരു 10 കോടിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്ക്രിപ്റ്റിന് 10 കോടിയാണ് ആവശ്യപ്പെടുന്നത്, അത്ര ഉണ്ടെങ്കിലാണ് ആ പറയുന്ന ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയുമ്പോൾ സാധാരണ ഒരു 7 കോടി 6 കോടി ഇതൊക്കെയാണ് പറയണത്. എന്നിട്ട് ഒരു സാറ്റലൈറ്റും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ടേബിൾ പ്രോഫിറ്റാണ്. ഇങ്ങനത്തെ ഒരു റോങ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ മിക്കവരും അതിൽ വിശ്വസിച്ച് പോകും. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അറിയണത് ഈ പറയുന്ന 6 കോടിക്ക് 7 കോടിക്കൊന്നും തരില്ല, ചിലപ്പോൾ അത് 15-20 പോകും. അപ്പോൾ അന്നേരം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്ടർ തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ റൈറ്റർ തന്നെ വേറെ ഇൻവെസ്റ്ററെ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാളെ സിനിമ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റലൈറ്റ് കിട്ടില്ല. സാറ്റലൈറ്റ് ഒക്കെ ഓൾമോസ്റ്റ് നിൽ എന്നുള്ളതിലോട്ട് കിട്ടില്ല. അതെ, OTT ഇല്ല. ഓവർസീസ് നാച്ചുറലി ഇവിടെ ഓടിയില്ലെങ്കിൽ പിന്നെ ദുബായിലോട്ട് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതിയിലോട്ടൊക്കെയാണ് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നഷ്ടം വന്നത്. അപ്പോൾ ഇതിൽ നിന്നും മാറണമെങ്കിൽ
പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് നടത്തി എന്താണ് സിനിമയെന്നും ഈ സിനിമയിൽ ഇത്രയും പൈസ ഇട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇത് റിക്കവറി ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 700 കോടി എന്നുള്ളത് കുറേയും കൂടി കുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു മിക്ക സിനിമകളും നോക്കിക്കോ, വലിയ ബഡ്ജറ്റ്, ഞാൻ പറയുന്നത് സാധാരണ ഈ നമ്പർ ഓഫ് സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഒരു മീഡിയം ബഡ്ജറ്റാണല്ലോ. തിയേറ്ററിൽ നിന്ന് 5 കാശ് കിട്ടിയിട്ടുണ്ടാവില്ല. എങ്കിലും ഇതിൻ്റെ ബാക്കിൽ നിൽക്കണ ചിലപ്പോൾ റൈറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഡയറക്ടറായി കഴിഞ്ഞു ഇവരെല്ലാം സ്ഥിരമായിട്ട് പോസ്റ്ററും അതും ഇതൊക്കെ ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിലും എല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് 35 ദിവസം എത്തി, 50 ദിവസം എത്തി, ഇത് ഇത്ര വലിയ വിജയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ജനങ്ങളെ പോലെ ഒരു സിനിമയിലോട്ട് വരാൻ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവനും ഇത് കാണുന്ന സമയത്ത് അവൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ സിനിമ ഒരു വലിയൊരു വിജയമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു വിജയ സിനിമകളുടെ ഭാഗമായിട്ട് വന്ന ഒരാളെന്ന് പറയുമ്പോൾ അവരതിൽ വിശ്വസിച്ചു പോകും. ആ സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ തട്ടുമ്പുറത്ത് കയറി ഒളിച്ചിരിക്കുകയായിരിക്കും. ഇത് കടക്കാർ വന്നു കഴിഞ്ഞിട്ട് പൈസ കൊടുക്കുക. അവൻ അന്നേരം വാട്സപ്പിൽ നോക്കുമ്പോഴാണ് അവൻ്റെ സിനിമ സൂപ്പർ വിജയമാണെന്ന് അവൻ അറിയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ഈ പറയണ അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ നോക്കുമ്പോഴാണ് അവൻ്റെ സിനിമ സൂപ്പർ വിജയം. പക്ഷേ തിയേറ്ററിൽ നിന്ന് വന്നാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കാക്കണതിൻ്റെ ചിലപ്പോൾ ഒരു 10% പോലും ഉണ്ടാവില്ല, ഒരു കച്ചവടവും നടന്നിട്ടുണ്ട്. അപ്പോൾ അവനറിയാം ഇത് സിനിമ, അതായത് മുടക്കിയ പൈസ ഫുള്ള് പോയെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടും ഈ പറയണ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടവെന്നത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഷ്ടം കണക്കുകൾ കുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾ സംഘടന റിലീസ് ചെയ്തിട്ടുണ്ട് ഈ താരങ്ങളുടെ അമിത ശമ്പളം. അവർ സിനിമയ്ക്ക് ശമ്പളം കൂട്ടിയാണ്. ഞാൻ സുരേഷ് കുമാറിൻ്റെ ഒരു ഫോണിൻ പ്രോഗ്രാമിൽ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു താരങ്ങൾ ഈ സിനിമക്ക് ഭയങ്കര അമിത പൈസ, ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയാക്കുന്നു, പരാജയപ്പെട്ടാലും ഇരട്ടിയാക്കും. അതോടെ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞു. അതിലും ഒരു വാസ്തവമുണ്ടോ? അല്ല, അത് 100%. അതായത് ഓരോ മാർക്കറ്റ് അനുസരിച്ചിട്ടാണല്ലോ ശമ്പളവും ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ ഇത്രയധികം ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ്സൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹോളിവുഡിലൊക്കെ എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള വലിയ ബിസിനസ് ഉണ്ട്. ഏത് സിനിമയാണെങ്കിലും അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, ആൾക്കാർ കാണുമെന്നുണ്ട്. OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആയാലും ഓവർസീസ് ആയാലും അത് മേടിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ച് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ താരങ്ങൾ ഈ പറയുന്ന വലിയ വലിയ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണല്ലോ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എത്ര പൈസ മുടക്കി കഴിഞ്ഞോട്ടെ, ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ആരാധന ഒന്നുമില്ല. ഓക്കെ, അവരെവിടെയെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ സെൽഫി എടുക്കാനായിട്ട് ബഹളവും അതും ഇതൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അതേ ആൾക്കാരുടെ തന്നെ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരാധന ഒന്നും അവിടെ ഇല്ല. സിനിമ നന്നാവുകയാണെങ്കിൽ ആൾക്കാർ കാണും. അല്ലാതെ ഈ മറ്റേ സെൽഫി എടുക്കാനുണ്ടാകുമ്പോൾ ഇൻട്രസ്റ്റ് തിയേറ്ററിൽ, അങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും ഇവിടുത്തെ എല്ലാ സിനിമകളും വിജയിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ശമ്പളമൊന്നും മേടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുത്ത് വിജയിപ്പിക്കാനായിട്ടുള്ള ഇതൊന്നും ഇവിടെ ഇല്ല. അത് അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരൊരു റിയാലിറ്റിയിലോട്ട് പോകണം. അതായത് ഞാൻ പറയണത് ഈ പറയണ ഈ കോടാനുകോടികളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അവരൊന്നും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ OTT ഇല്ല അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ള് തിയേറ്റർ റിസ്ക് ആണല്ലോ. അതായത് നിങ്ങളൊരു 10 കോടി മുടക്കിയാൽ 10 കോടി തിയേറ്ററിലായിരുന്നു. നേരത്തെ എങ്ങനെയാണ് 10 കോടി മുടക്കി കഴിഞ്ഞാൽ സാറ്റലൈറ്റും OTTയും കൂടി ചേർന്നിട്ട് ഒരു 6 കോടി കിട്ടും. ബാക്കിയുള്ള ബിസിനസ്സിൽ 2 കോടി. അപ്പോൾ 2 കോടി തിയേറ്റർ റിസ്ക്. ഇതായിരുന്നു തിയേറ്ററിൽ ആൾ കയറിയില്ല, 2 കോടി പോവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, 10 കോടിയാണ്, 10 കോടി തിയേറ്ററിൽ ഇറങ്ങണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതായത് ഈ ഇൻഡസ്ട്രി ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പോകണം, എല്ലാം ഭംഗിയാവണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇവരൊക്കെ കുറച്ചൊക്കെ ശമ്പളത്തിലൊക്കെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അന്നേരം ഇത്രയും അങ്ങനത്തെ ഒരു റേഷ്യോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് കുറച്ചെങ്കിലും ഇത് ചെയ്യും. ഇപ്പം എന്താ സംഭവിക്കണം? ഒരു ഏകപക്ഷീയമായിട്ട് ഇതാണ് തന്നെയാണ്. പ്രൊഡ്യൂസർ മാത്രമാണ് ഈ നേരത്തെ പറഞ്ഞാൽ തട്ടുമ്പുറത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടി വരുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് അവരുടെ ശമ്പളം കിട്ടി, അവർ ഈ സിനിമയെ പറ്റി മറക്കണം. വിജയിച്ചാൽ മാത്രം ചിലപ്പോൾ അതിൻ്റെ ഈ പറയുന്ന വിജയാഘോഷത്തിൽ വന്നിട്ട് ഒരു കേക്ക് കെട്ടിയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറെ കാണാൻ പോകണില്ല, അവനൊരു മെസ്സേജ് പോലും അയക്കില്ല. അതാണിപ്പോൾ ഞാൻ പറയണത്, എൻ്റെ അനുഭവത്തിൽ നിന്നല്ല പറയണത്, സാർ പൊതുവെ കണ്ടു തന്നെ ഒരു കാര്യം. അല്ല, അത് കറക്റ്റാണ്, റിയാലിറ്റിയാണ്. അതോടൊപ്പം ഇപ്പോൾ നിർമ്മാതാക്കളാവുകയാണല്ലോ. അതെ, താരങ്ങൾ നിർമ്മാതാക്കളും കൂടെ ആകുന്നു. അതെ അതെ അതെ. അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു പാഠം കിട്ടും. അല്ല, താരങ്ങൾ നിർമ്മാതാക്കളാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സേഫ് സൈഡ് കളിക്കുകയാണ്. അത്ര നല്ലൊരു സബ്ജക്റ്റാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർ ആ രീതിയിലാണ് അവർ ഇപ്പോൾ താരങ്ങൾ ചെയ്താക്കണ ഒരു മിക്കതും സക്സസ് ഒരു ഇതാണ് പറയണത്. അപ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പ്രൊഡ്യൂസറിന് കൊടുത്തോളാൻ പറയും. കഥ പറയണത് താരങ്ങളോടാണല്ലോ. അപ്പോൾ അവരുടെ ചോയ്സാണ്. അപ്പോൾ അവർ പറയണം ഓക്കെ ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യണം. അവർ പറയണത് ചെറിയൊരു റിസ്ക് ഉണ്ട്, ഓക്കെ അങ്ങനെ നീ പ്രൊഡ്യൂസറെ കൊണ്ടോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവൻ അവിടെ കൊണ്ടുവന്ന് ചിലപ്പോൾ അവൻ വളരെ
എന്താ പറയണം, നിസ്സാരമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഈ പ്രൊഡ്യൂസർ വിജയിക്കുന്നത്. പക്ഷേ ഈ പറയണം ഒരു മിക്ക പുതിയ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരാധന ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ വീണ് പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആദ്യം കഥ താരങ്ങളുടെ അടുത്ത് ലോക്ക് ചെയ്തിട്ടാണ് നിർമ്മാതാവിൻ്റെ അടുത്ത് വരുള്ളൂ. ഇന്ന താരങ്ങളോട് നമുക്ക് ഇൻട്രസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ താരങ്ങൾ കേട്ട് കഴിയുമ്പോൾ അത് ലോക്ക് ചെയ്യാൻ അവരും മിടുക്കന്മാരാകുവാണ്. അത് വലിയൊരു പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്ര നഷ്ടമായി. അതിൻ്റെ ഇടയ്ക്ക് ഹേമ കമ്മിറ്റി സിനിമ മേഖല മൊത്തത്തിൽ പ്രശ്നം. ഹേമ കമ്മിറ്റി വന്നിട്ട് നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന്, അല്ലേ? നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ വരെ പരിശോധന. അവർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എത്രയോ പേര് പ്രതികളാക്കി. ഒരു നിർമ്മാതാവ് പരാതി കൊടുക്കുന്നു, സാന്ദ്ര തോമസ് പരാതി കൊടുക്കുന്നു. ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ബാധിച്ചേക്കുവാണ്. ഹേമ കമ്മിറ്റി വന്നേക്കും അങ്ങനെയും ഒരു തകർച്ച സിനിമയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. താങ്കളൊക്കെ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ആളല്ലേ? അല്ല, ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2019 സിനിമയിൽ വന്നതാണ്. നമ്മളിത്ര കാവ്യ ഫിലിമിൻ്റെ പേരിൽ സിനിമ എടുക്കുകയും പല സിനിമയിലും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് വെച്ച് ഞാൻ എൻ്റെ ഫണ്ട് കൊണ്ടാണ് സിനിമ ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞാനൊരു മെമ്പറായിട്ടില്ല. മെമ്പർ ആവണം മീൻസ് ഇപ്പം മാമാങ്കം ചെയ്യുന്ന സമയത്ത് മെമ്പർഷിപ്പ് തന്നിരുന്ന പറയണ്, നമ്മളതിലെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇവരുടെ അസോസിയേഷൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഇലക്ഷൻ വന്ന സമയത്ത് ഒരു വോട്ടിംഗ്, ഇങ്ങനത്തെ ഒക്കെ പല പരിപാടികളുണ്ട്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെമ്പർ ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഇപ്പോൾ ഈ 5 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലോ, എന്നെ ഒരു പ്രാവശ്യം ഇലക്ഷന് വേണ്ടി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വന്ന സമയത്ത് ഇതിൽ തന്നെ ഒരു മെമ്പർ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് ഇലക്ഷൻ ഇത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇതൊന്നും വന്നില്ലേ, മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല, എല്ലാവർക്കും അഴിച്ചിട്ടെന്നാണ് അറിഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ മെമ്പറല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എല്ലാ വർഷവും റിന്യൂ ചെയ്യണമായിരുന്നു, ഒരു അങ്ങനത്തെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പ്രാവശ്യം മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെമ്പറാണ്, അതിനുശേഷം നമ്മളറിയാതെ തന്നെ നമ്മളെ മാറ്റുന്നു, വീണ്ടും നമ്മൾ സിനിമ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 40,000 നിങ്ങൾ വീണ്ടും അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെല്ലാം എക്സ്പയർ ആയിപ്പോയി വീണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇനി 40,000 തന്നു കഴിഞ്ഞിട്ട് മെമ്പർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഇവരുടെ ഒരു ഇതിൻ്റെ ബില്ലിങ്ങിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഹെൽപ്പ് ചോദിച്ചിരുന്നു. ഞാനപ്പോൾ അത് ചെയ്തിരുന്നു. അപ്പോൾ ഞാനതിലൊരു മെമ്പറാണ്, അതിന് അപ്പോൾ ഒരു ആവശ്യമുണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ 1 മാസം 2 മാസം ഒന്ന് കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഈ അടുത്ത് തിരിച്ച് കിട്ടിയിരുന്നത്. ഞാനീ പറയണത് അത് തിരിച്ച് കിട്ടുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആലോചിച്ച് ഞാനൊരു മെമ്പറല്ലാത്തൊരു സ്ഥാപനത്തിലോട്ട് ഞാനിതിനാണ് കൊടുക്കുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ് വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എൻ്റെ പൈസ എനിക്ക് ഇമ്മീഡിയറ്റ് തിരിച്ചു. ഞാനതിന് മെമ്പറല്ലാന്ന്. എല്ലാം നമ്മൾ ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഒരു ഇതിലെല്ലാം ഒരു ഫ്രണ്ട്ലി ചർച്ചയായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് എനിക്ക് ഹേമ കമ്മിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഞാനതായിട്ട് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇതുവരെ ഒരു മീറ്റിങ്ങിൽ എന്നെ വിളിക്കുകയോ ഞാൻ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ആദ്യം മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഔദ്യോഗികമായി മെമ്പർ ആവുന്നു, പിന്നീട് എക്സ്പയറി ആയി വീണ്ടും പൈസ കൊടുക്കുന്നു. ഇത് മഹാ അത്ഭുതമാണ് കേട്ടോ. അല്ല, എനിക്കും അറിയില്ല എന്താണ് അതിൻ്റെ കാര്യമെന്ന് അറിയില്ല. ഒരു കാര്യം അറിയിക്കുന്നുമില്ല. ഇല്ലില്ല, ഇതുവരെയായിട്ട് എനിക്ക് അവിടെ നിന്ന് അസോസിയേഷന് എന്തെങ്കിലും ഒരു ആരെങ്കിലും വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ അയക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തായാലും വാട്സപ്പും കാര്യങ്ങൾ ഇപ്പം എല്ലാം വാട്സപ്പിൽ കൂടി അങ്ങനെ ഒന്നും കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇപ്പം ഇതിൻ്റെ പ്രസിഡൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മളൊക്കെ ആൻഡോ ജോസഫാണ് നിങ്ങൾ ഒപ്പമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആൻഡോനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻഡോ എനിക്ക് അതിനുള്ളൊരു സ്റ്റാൻഡേർഡ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഇതില്ല, നമ്മളങ്ങനെ ഞാനത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഇതാക്കാത്തത്. നീ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ചേട്ടാ അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് ആരെങ്കിലും ഒക്കെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന പരിപാടികളാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് കാവ്യ ഫിലിംസിന്റെ പേരിൽ എത്ര ഉണ്ട്? ഇപ്പോൾ ഈ രേഖാചിത്രം കൊണ്ട് വരുമ്പോൾ അത് 3ാമത്തെ ഇതാണ്. അവിടെ ഒരു ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു മെമ്പർ ആകണമെങ്കിൽ ഇത്ര സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ലേ, അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കോ പ്രൊഡ്യൂസറായിട്ട് നിന്നാക്കുന്ന ആൾക്കാർ മെമ്പറായിട്ട് എനിക്കറിയാം. മെമ്പറാണ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവരുടെ നമുക്കറിയില്ല അവരുടെ ബയോയിൽ എഴുതിയാക്കണം എന്താണെന്ന് ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാനിപ്പോൾ അവരെ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു മെമ്പർ അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അസോസിയേഷൻ്റെ ഒരു ഇതിൽ കഥ പറയണ്ടെന്ന് ഓർത്ത് പറഞ്ഞാണ്. ആ കഥയിലേക്ക് ഞാൻ ഒത്തിരി പോകണ്ടെന്ന് ഓർത്ത് അല്ലേ? എനിക്ക് അതിനെപ്പറ്റി അറിയാം. പക്ഷേ എങ്കിലും താങ്കളെ പോലെ ഒരു നല്ലൊരു പ്രൊഡ്യൂസർ എത്രയോ സിനിമകൾ ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ ഒരു കാര്യം, ആ ഫണ്ട് വരെ കൊടുത്തിരുന്നു.
ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി. അതൊരു മെമ്പർ അല്ലാത്ത പോലും നമ്മൾ പൈസ കൊടുക്കുകയാണ്. എന്നിട്ടും താങ്കളെ പോലുള്ള ആൾക്ക് മെമ്പർഷിപ്പ് വരാതെ ഇപ്പോൾ പറയുന്നു ഓഹോ പ്രൊഡ്യൂസറായി എന്നവർക്ക് ഒരു മെമ്പർഷിപ്പ് അവിടെ ഉണ്ടെന്ന്. അതൊരു അത്ഭുതമാണ് അങ്ങനെയൊക്കെ താങ്കളോട് ചെയ്യുമ്പോൾ. അല്ല ഞാൻ പിന്നെ ഞാനിത് അത്ര ഒരു സീരിയസ് ആയിട്ട് ഇതിൻ്റെ പുറകെ പോയിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ നമുക്കിപ്പോൾ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിലിപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അഭിപ്രായം പറയാനോ എനിക്ക് താല്പര്യമില്ല. നമ്മളിപ്പോൾ വല്ലപ്പോഴും വന്ന് സിനിമ എടുത്ത് പോകണം, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ട് ഇപ്പം ചോദ്യചിഹ്നം നിൽക്കുവാണ്. അതെ, എന്നെപ്പോലെ NRI ആയിട്ടുള്ള പല പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ മെമ്പറാണ്. അതിൽ എൻ്റെ അടുത്ത് ദുബായിൽ വെച്ച് നമ്മുടെ കണക്ഷനിലൊക്കെ പറയുന്ന സമയത്ത് ഇവർ പറയാറുണ്ട്. അപ്പം ഞാൻ പറയും എന്താണെന്നറിയില്ല, എന്നെ ഇതുവരെയായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഞാൻ മെമ്പറായി, കുറച്ച് നാൾ എന്തായാലും എക്സ്പയർ ആണവർ ഞാനതിൽ മെമ്പറാണല്ലോ. ആ സമയത്തെങ്കിലും താൽക്കാലിക മെമ്പർഷിപ്പ് എന്നല്ലാണ് പറയുന്നത്. ആണല്ലേ, അങ്ങനെയാണോ പറയുന്നത്? എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. അതിപ്പോൾ ഇവർക്ക് അറിയാം എന്താ എന്നാൽ വിശദമായിട്ട് പറഞ്ഞിട്ടുമില്ല. അതെ, ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ആദ്യത്തെ സിനിമയിൽ അറിയാമല്ലോ, മറ്റേ ഡയറക്ടറായിട്ടൊക്കെ ഇഷ്യൂ വന്ന സമയത്ത് ഈ അസോസിയേഷനിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. അപ്പോൾ അവരെല്ലാം ഇൻവോൾവ് ചെയ്യുകയും എന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതുവരെയായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും പുറത്തെങ്കിലും കംപ്ലൈൻറ്റ് അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ ഇതിൽ ആദ്യത്തേൽ നമ്മളിതെല്ലാം പഠിച്ചുകൊണ്ട് പിന്നെ അതിന് ശേഷം വളരെ ഭംഗിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കിടെ ആവശ്യം നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നമ്മൾ സ്വന്തം പോകുന്നതുകൊണ്ട്. പക്ഷേ ഇതിലൊരു എനിക്ക് വേണിച്ചേട്ടൻ പറയുന്നതെന്ന് ഒരു വിഷമമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അല്ല, അത്രയും അറിയാവുന്നവരൊക്കെ ആയിട്ട് പോലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിലൊരു മെമ്പർ അല്ലാത്ത ആള്, ഞാൻ അതിൻ്റെ ഇന്റേണൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ മെമ്പറല്ല, അതുകൊണ്ട് എനിക്ക് അതിൽ കമൻ്റ് ഇല്ല. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി മെമ്പർഷിപ്പ് എടുക്കുമോ? അല്ല, ഞാനത് ആൻറ്റോൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഈ 40,000 രൂപ വന്നു കഴിഞ്ഞിട്ട് ഞാനിനി മെമ്പർഷിപ്പ് എടുക്കേണ്ട പരിപാടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും 40,000 രൂപ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് എക്സ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസിൽ ജോലിക്കാരുണ്ട്, അവരെ നമ്മൾ ഇൻഫോം ചെയ്യണം. ഇപ്പം നമുക്കറിയാമല്ലോ ഏത് ഇതാണെന്നുണ്ടെങ്കിലും നോട്ടീസ് വരും. അപ്പോൾ നമ്മൾ അതിനെന്താണ് അതിൻ്റെ ഫോർമാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് എന്തുകൊണ്ട് ചെയ്തില്ല, ഇനിയിപ്പോൾ അത് ഓഫീസ് സ്റ്റാഫിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡിനാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെതായ എല്ലാ രീതിയിൽ ഇപ്പോൾ ചാമ്പറിൽ പേപ്പർ കൊടുക്കണം, അങ്ങനത്തെ അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഉറപ്പിച്ചു അല്ലേ? അതെ, ഉറപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഹേമ കമ്മിറ്റിയുടെ നിർമ്മാതാക്കളുടെ സംഘടന കാര്യം ചെയ്തു പറഞ്ഞു. മൊത്തത്തിൽ ഹേമ കമ്മിറ്റി സിനിമയ്ക്ക് പ്രശ്നമായിട്ടില്ലേ? അത് ഇപ്പം നമ്മളിപ്പോൾ സിനിമ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത സിനിമയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായി ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയുടെ ഒരു പുതിയ സിനിമയുടെ ചർച്ചകളിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കടന്നു വരികയോ അങ്ങനെ ഒന്നും ഇല്ലെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ സിനിമയിൽ ആകെ പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ പറയുന്ന അന്വേഷണം നടക്കുന്നുണ്ട്, ഇവരൊക്കെ ചെന്നിട്ട് പലരും ചെന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കണമെങ്കിലും നമ്മളൊരു റിയാലിറ്റിയിൽ ഒരു സിനിമ അടുത്തൊരു സിനിമ വന്ന സമയത്ത് നമ്മുടെ ഇത് മുന്നിൽ ഇതൊന്നുമില്ല. നമ്മളതിൽ നോക്കണം എന്താണ് ഈ ഇഷ്യൂസ് ഉള്ള പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ചില ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. മനസ്സിലായി? ഈ തലവേന കേസിട്ട് എടുത്തിട്ട് നമ്മളെന്തിനാ വെക്കും? അപ്പോൾ നമ്മുടെ സിനിമയിൽ തന്നെ ഇപ്പോൾ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഇപ്പം മെയിൻ ഇപ്പം നായിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബഡ്ജറ്റും ഇതെല്ലാം നോക്കിയിട്ട് പിന്നെ വേറെ കുറേ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു 20 പേര് 25 പേരൊക്കെ ഉണ്ടാവും ചെറിയ. അപ്പോൾ ഈ ലിസ്റ്റൊക്കെ വരുമ്പോൾ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറയാറുണ്ട്. അതെ, ഇപ്പം ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിൽ പല പ്രാവശ്യം ചിലപ്പോൾ ചർച്ചയിൽ വന്നിട്ടുള്ളതായിരിക്കാം. അല്ലാതെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡ്രഗ്സിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കും ഇവരൊക്കെ മിക്കതും. എങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഓക്കെ അതിലൊരു കുറച്ചൊരു ജെന്യൂറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഞാൻ എല്ലാ സിനിമയിലും ഒഴിവാക്കാറുണ്ട്. അതിപ്പം ഈ പറയുന്ന മെയിലായാലും ഫീമെയിലായാലും ചിലവരൊക്കെ എന്ന് പറഞ്ഞവരാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ പറയണം നായകനും നായികയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ എത്ര ഓപ്ഷൻ ഉണ്ട്. ഒരാൾക്ക് വേണ്ടി ഒരു 4-5 ആൾക്കാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യണ്ട. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. രേഖാചിത്രത്തേക്ക് തിരിച്ചു വന്നാൽ ഈ ഒരു സിനിമ റിലീസിന് ഒരുങ്ങി ഇനി അടുത്ത പ്രൊജക്റ്റുമായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു വർഷത്തിൽ എത്ര സിനിമയെന്ന് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അഗ്രസീവായിട്ട് സിനിമ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ തൊഴിൽ, ഇത് വേറെയാണ് ബിസിനസ്. അതെ, അപ്പോൾ ഇതിപ്പം വേറെ ഒരു ബിസിനസ്സും ഇല്ല. സിനിമ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 സിനിമയെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളിപ്പോൾ വേറെ ഇഷ്ടംപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യും.
പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് പല ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാറുണ്ട്. അതൊരു 90-95% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസ്ലെസ് ആയിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദ്ദേശിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തന്നെ രീതിയിലുള്ള കഥകൾ വരാറില്ല. അപ്പോൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വീണ്ടും ഇരിക്കും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അത് ഒരു പുതിയ ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ആരുടെയും കൂടെയൊക്കെ അസോസിയേറ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയുണ്ട് സ്വഭാവം, സിനിമ ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഒക്കെ ഒഴിവാക്കി വിടും, പറ്റാത്ത കഥ മാത്രമല്ല ബാക്കി. അപ്പോൾ എല്ലാം കൂടി സെറ്റായിട്ട് വരുമ്പോഴാണ് ഒരു സിനിമ വന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പോൾ 2-3 സിനിമ കൂടുതൽ അതൊക്കെ ചാൻസ് വളരെ കുറവാണ്. ചാൻസ് പറയാം. ഈ മലയാള സിനിമകളിലാണല്ലോ ഇപ്പോൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. മെയിനായിട്ട് മലയാള സിനിമയിൽ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ മലയാള സിനിമയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് മലയാള സിനിമ, ഇപ്പോൾ മാർക്കോ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയാണ് അല്ലേ, തമിഴ് തെലുങ്ക് സിനിമകൾ സൂപ്പർ ഹിറ്റുകൾ അടിക്കുന്നു. നമ്മൾ മലയാളത്തിൽ നിന്നും മാറ്റി ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ചിന്തിച്ചോണ്ട് വലിയ സിനിമ മലയാളത്തിൽ നിന്ന് മാറ്റി വരണം. 2012 വലിയ സിനിമയായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഭാഷകളിൽ പോയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് അവിടുത്തെ മാർക്കറ്റ് നമ്മളറിയണം. പിന്നെ നമ്മളൊരു മലയാളി പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബിസിനസ് ഇതിലോട്ട് വരുമ്പോൾ ഏത് രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ പിന്നെ അവിടെ നമ്മൾ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനെ എന്തിനാണ് റിസ്ക് എടുക്കണം? എൻ്റെ അടുത്ത് പല ആൾക്കാരും പല പ്രൊജക്റ്റായിട്ട് വന്നിരുന്നു. ഇവൻ തെലുങ്കിൽ നിന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, തമിഴിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു. സിനിമ ചെയ്യാന്നുള്ളത് അത്ര വലിയ പാടൊന്നുമല്ല. നമുക്കിപ്പോൾ അവിടെ ചെന്ന് പൈസ ഉണ്ട്, നല്ല അസോസിയേറ്റിനെയും നല്ല പ്രൊഡക്ഷൻ കൺട്രോൾ ഇവരൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഡയറക്ടറൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിയേറ്ററിൽ ഇത് ഓടാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ OTT സാറ്റലൈറ്റ് ഇതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കുറേ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ബിസിനസ്സാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവ്. മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ മനസ്സിലുണ്ടാകുമല്ലോ, കഥകൾ കേട്ടണം, അങ്ങനെ ഒരു സബ്ജക്റ്റൊക്കെ അടുത്ത് വന്നിരിക്കുകയാണോ? അല്ല, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ എയറിലേക്കണ ഒരു സാധനമാണ് ഉജ്ജയിനി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഹരിഹര സാറിൻ്റെ സിനിമ. അത് ഓൾമോസ്റ്റ് അത് എല്ലാം കൺഫേം ആണ്. നമ്മളതിൽ കുറേ ടെക്നീഷ്യൻസിനെ ഓൾറെഡി നമ്മളത് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊന്നും നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അതൊരു വലിയ സിനിമ തന്നെയാണ്. അത് ഒരു പീരീഡ് സിനിമയാണ്, അറിയാമല്ലോ. എന്ന് പറയുമ്പോൾ ONV സാറിൻ്റെ ഒരു കവിത ബുക്കിൻ്റെ പേരാണ് ഉജ്ജയിനി. അപ്പോൾ അതിൻ്റെ റൈറ്റ്സൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഹരിഹർ സാറും ജയകുമാർ സാറും കൂടി ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റൊക്കെ എഴുതിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വർക്ക് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും ഈ കാവ്യ ഫിലിമിൻ്റെ വരാൻ പോണ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമേഴ്ഷ്യൽ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാതെ ഒരു നല്ല സിനിമ. ഹരിഹർ സാറിൻ്റെ പഴയ സിനിമകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത്. അതെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ. അതേപോലത്തെ ഒരു സിനിമ ചെയ്യുക, ഭാഗ്യമുണ്ടെങ്കിൽ അത് ഈ പറയുന്ന രീതിയിൽ കമേഴ്ഷ്യലും. ഹരിഹർ സാറിൻ്റെ ഒരു തിരിച്ചുവരവ് നമ്മളെല്ലാം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അതെ. അത് മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ടെക്നീഷ്യൻ എല്ലാം ഇനി ടെക്നീഷ്യൻ പല ആൾക്കാരും നമ്മളായിട്ട് ഇതിന് മുന്നേക്ക് അസോസിയേറ്റ് ആക്കുന്ന പല ആൾക്കാരൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഡിസ്കഷനിലും ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര അധികം പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര കാര്യമായിട്ട് വേണ്ടതാണ്. ഇത് ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂം, അതേപോലെ തന്നെ അതിൻ്റെ മേക്കപ്പുകൾ, ആ ഒരു കാലഘട്ടം തന്നെ ക്രിയേറ്റ് ചെയ്യണം. 2000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാലഘട്ടമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല ഈ കാലഘട്ടം. അപ്പോൾ അത് ഹരിഹർ സാറ് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം ഒക്കെ ആയിട്ട് ഫുൾ ടൈം ഇതിൻ്റെ പറയില്ലായിരുന്നു. ആളുകളായി നിങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അല്ലേ? അപ്പം ഇനി അതിൻ്റെ ഷൂട്ടിലേക്കുള്ള ഷൂട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണല്ലോ അതിൻ്റെ ഈ പറയുന്ന ലൊക്കേഷനൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാകുന്ന രീതിക്കാണോ പ്ലാനിങ്? ഈ വർഷം എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വലിയ സിനിമയാകുമ്പോൾ ചിലപ്പോൾ അടുത്ത വർഷത്തിലോട്ട് പോകും. പ്രത്യേകിച്ച് ക്ലൈമറ്റ്, നോർത്തിലെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അത്രയും ഗ്യാപ്പിൽ വേറെ സിനിമ ചെയ്യുമോ? അല്ല, സിനിമ നമ്മൾ ഇഷ്ടംപോലെ കഥകൾ കേൾക്കുന്നുണ്ട്. അതെ, കഥകൾ കേൾക്കുന്നുണ്ട്. ചിലത് നമ്മൾ കുറേ മുന്നോട്ട് ഡിസ്കഷനൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ ബഡ്ജറ്റിലൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞ ബഡ്ജറ്റൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലേ? അതെന്ന് വെച്ചാൽ നമ്മൾ ആ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്ര ആർട്ടിസ്റ്റുകൾ വെച്ച് കഴിഞ്ഞിട്ട് ഇത്ര ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രീ പ്രൊഡക്ഷൻ മുടക്കിയാൽ ചിലപ്പോൾ 20-25 ലക്ഷം രൂപയൊക്കെ മുടക്കേണ്ട, അത് പോട്ടെ എന്ന് വിചാരിക്കും.
എന്നാലും നമുക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നമ്മൾ സേഫ് ആകും. അതെ അതെ. അത് പോയത് പോട്ടെ. അങ്ങനെ കണക്കൂട്ടിയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2024 വേണിച്ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റവും വിഷമം തോന്നിയൊരു മുഹൂർത്തം ഏതായിരിക്കും? അല്ലേ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. അത് ലൈഫിൽ അതിൻ്റെ അപ്പുറത്തൊരു ആർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തൊരു വിഷമം ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഭാഗം തന്നെയാണല്ലോ അമ്മയെന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കി എന്തൊക്കെ ബന്ധങ്ങൾ ജീവിതത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷം പറയണമെന്നുണ്ടെങ്കിലും അമ്മ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു വിഷമം തന്നെയായിരുന്നു. പിന്നെ ബാക്കി ബിസിനസ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മളങ്ങനെ പിന്നെ അങ്ങനെ ഭയങ്കര നമ്മൾ ഈ പറയുന്ന ഒരു വലിയ ഗാംബ്ലിങ് ടൈപ്പുള്ള ഒരു കാര്യത്തിലോട്ടും പോകാതെ വളരെ സൂക്ഷിച്ചും കണ്ട് നമ്മൾ ചെയ്ത് അങ്ങനെ പോകണം. പിന്നെയൊക്കെ പണ്ട് ഞാൻ പറയാറില്ലേ, സമയമാണ്. സമയം നല്ലതാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. നമ്മുടെ സമയം മോശം വരണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സൈഡിലൊക്കെ മാറി നിന്ന് കളിക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഇറങ്ങി കളിക്കുക. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 24 ഏറ്റവും സന്തോഷം നിന്ന മുഹൂർത്തം ഏതായിരിക്കും? അങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ദുഃഖങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫാമിലി മാനാണ്. എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വൈഫും പിള്ളേരുമായിട്ട് ഇതാണ്. അപ്പോൾ അവരുടെ കൂടെ ഉള്ള ജീവിതം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഇപ്പം നമ്മളിപ്പോൾ അല്ലാതെ ഒരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇതുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നു, ഞാനിപ്പോൾ പുറത്തു പോകണമെങ്കിൽ എൻ്റെ കൂടെ ഇവരുണ്ടാവും. അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ അവർ വീട്ടിൽ വന്നു. എവിടെയെങ്കിലും ടൂർ പോകണമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് പോകണം. നമ്മളിപ്പോൾ തനിയോ അങ്ങനെ പോകണ പരിപാടിയൊന്നുമില്ല. പിന്നെ ആകെ ഇങ്ങനത്തെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കൊച്ചിയിലോട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ തനിയെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിക്കപ്പോഴും ഫാമിലിയായിട്ട് സന്തോഷപ്രദമായിട്ട് തന്നെയാണ് പോണത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റ് പറയാനില്ല എന്നുള്ളതാണ് സത്യം. 24 ഏറ്റവും ദേഷ്യപ്പെട്ട മുഹൂർത്തം ഏതായിരിക്കും? അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാരണം ഒരു ഇതൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണല്ലോ ഏകദേശം ഇത് വരുന്നത്, ദുഃഖം ദേഷ്യം എന്നൊക്കെ പറയണം. അപ്പോൾ അത് ഇപ്പം ബിസിനസ്സിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പം നമ്മുടെ ക്ലയൻസായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരുക്കുമ്പോൾ നമുക്ക് ദേഷ്യം കയറുമെന്നുണ്ടെങ്കിലും ഞാനങ്ങനെ ഒരു ഷൗട്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒറ്റയടിക്ക് തന്നെ അങ്ങനെ ഇത് ചെയ്യാനൊന്നും ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. എപ്പോഴും പാർട്ട് ഓഫ് ദ ലൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. ആകെ ഒരു ജീവിതമാണുള്ളത്. അപ്പോൾ അത് മരിക്കണവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിയുന്ന വലിയ പ്രശ്നങ്ങളില്ലാതെ ചിരിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കൂടിയൊക്കെ ദേഷ്യം കയറി ഇതും ഒരു ക്ഷിപ്രകോപം എന്നൊക്കെ പറഞ്ഞ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിൽ നിന്നൊക്കെ വളരെ മാറി. ഇപ്പം നമ്മൾ കുറേ കൂടി ചിന്തിച്ച് ആ രീതിയിൽ ആയി ഉണ്ടെന്നുള്ളതാണ് സത്യം. 25 സ്വപ്നം? 25 ഇപ്പോൾ സിനിമ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യണം, ഈ പറയുന്ന രേഖ ഇത്ര അതൊരു സൂപ്പർ ഹിറ്റ് ആവണമെന്ന് അത് നമ്മുടെ ഒരു സ്വപ്നമാണത്. അപ്പം നമ്മൾ ആ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് അതിൽ നിന്ന് കുറേ കാശുണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതുകൊണ്ട് ഒരു ഫേമസ് ആവാന്നുള്ളതല്ല. നമ്മൾ ആ ചെയ്യണ ഒരു ഇത് ജനങ്ങളെ ഏറ്റെടുത്ത് അത് നല്ല രീതിയിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ നമ്മളൊരു മാനസികമായിട്ടുള്ള സന്തോഷമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലുത്. അല്ലാതെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതിൽ ഒരു സിനിമ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കിട്ടുമെന്നല്ലാതെ വേറെ അവന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നല്ല നല്ല കഥകൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് എന്ന് വെച്ചാൽ നമ്മളിതിൽ പണി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ തലവേനുള്ള കാര്യമൊന്നുമില്ല. നല്ല സാധനമാണ്, ബിസിനസ് എന്താണെന്ന് അറിയാം, എവിടെ വരെയും ഇത് പോകുമെന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ കേൾക്കണത്. പിന്നെ ബാക്കിയുള്ള ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റായ ബിസിനസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ അങ്ങനെ തല പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊക്കെ ജോലിക്കാരുണ്ട്, അവരൊക്കെ ഭംഗിയായിട്ടെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഇവിടെ ഇന്ത്യയിലായാലും ദുബായിലായാലും ബാക്കി എല്ലായിടത്തും അങ്ങനെയാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന എന്തെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശമല്ല, അതിൻ്റെ അപ്പുറത്താണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എലോൺ മാസ്കിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളിക്കൊരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ മുകേഷ് അംബാനിയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഒരിക്കലും കിട്ടാത്ത ആഗ്രഹങ്ങൾ ആയിരിക്കുള്ളൂ കിട്ടിയ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ. അതാണ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, നമ്മൾ ചോദിക്കാൻ വിട്ടുകൊണ്ട് കിട്ടാത്തതായിരിക്കാം ചിലപ്പോൾ. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ ഞാൻ ചോദിച്ചില്ലല്ലോ. അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ. അല്ല, അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളൊരു സാഹചര്യങ്ങളിലാണ് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നത്. ഇപ്പം നമ്മളൊരു ഒന്നുമില്ല, ഒരു വീട് പോലും ഇല്ലാതെ നമ്മൾ റോഡ് സൈഡിൽ കിടക്കണവനാണെന്നുണ്ടെങ്കിൽ അവനൊരു വീടാണ് അവൻ്റെ ആഗ്രഹം. എവിടെയെങ്കിലും കയറി കിടക്കാനായിട്ടൊരാഗ്രഹം.
ഇനിയിപ്പോൾ അതിൻ്റെ താഴെയുള്ളവനാണെങ്കിൽ അവന് ഒരു നേരം ഇപ്പം നമ്മൾ ഈ റോട്ടിലൊക്കെ ഇതൊക്കെ അജിച്ച് കിടക്കണവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു 10 രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് അതാണ് അവൻ്റെ ആഗ്രഹം. മനസ്സിലാവും. അവൻ ഒരിക്കലും റോൾസ് റോയ്സ് വണ്ടി മേടിക്കണമെന്ന് അല്ലെങ്കിൽ മെർസിഡീസ് ജയിക്കണമെന്ന് വേറെ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു വീട് വെക്കണമെന്ന് ഒന്നും അവൻ ആഗ്രഹിക്കണില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ അടുത്തുള്ള ആവശ്യത്തിനോട് ചേർന്ന് നിൽക്കണമായിരിക്കുമല്ലോ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ കൂടി കൂടി പോകും. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ പണ്ടൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം, നല്ലൊരു ജോലി കിട്ടണം, അത്യാവശ്യം ശമ്പളം കിട്ടണം, വീട്ടുകാരെ അതുകൊണ്ട് നോക്കണമെന്നുള്ളതായിരുന്നു. പിന്നെ അതിനുശേഷം ബിസിനസ് ഓടി കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണം, അതുകൊണ്ട് ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സാധാരണക്കാരൻ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അച്ചീവ് ചെയ്യണം. ഇപ്പോൾ ഒരു ലക്ഷറി കാർ വേണം, അല്ലെങ്കിൽ കുറേ വീടുകൾ വേണം, അങ്ങനത്തെ അല്ലെന്നുണ്ടെങ്കിൽ സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എല്ലാവരുടെയും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കിടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു മോഹമായിരിക്കും ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു എൻട്രി കിട്ടണം. അപ്പോൾ അത് പല രീതിയിൽ എൻട്രി ചെയ്യുക. അപ്പോൾ അത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രിയുടെ ഒരു വഴിയാണ്. അപ്പോൾ അതെല്ലാം സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ ഈ പണ്ട് പഠിക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് കാണണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അകലെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് അവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കഴിയുന്നത്. അപ്പം നമുക്ക് ഇത്ര സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണ ആഗ്രഹങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം തന്നെയാണ്. അത് ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. അത് ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്തോ ഓരോരുത്തർക്കും ഓരോ മനുഷ്യർക്ക് ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നീ ഇന്ന രീതിയിലാവും, നീ മറ്റേതാവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എന്നേലും എത്രയോ സ്മാർട്ടായിട്ടുള്ള, എത്രയോ കാണാൻ പേഴ്സണാലിറ്റിയുള്ള, എത്രയോ സംസാരിക്കാൻ കഴിവുള്ള, എത്രയോ കോടാനുകോടി ജനങ്ങളുള്ള ലോകത്താണ് ഞാനും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും ആ ഒരു പല ഇതിലാണല്ലോ എത്തിപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കണക്കുകൂട്ടൽ ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് അത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് തിരുത്തിയേക്കാം, അങ്ങനെ തോന്നിയൊരു മുഹൂർത്തമാണ്? അങ്ങനത്തെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കിഷ്ടംപോലെ ഇതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ഇതിലൊക്കെ വന്ന സമയത്ത് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പല പല കാര്യങ്ങളും ഒക്കെ സംഭവിച്ചേക്കണതൊക്കെ അങ്ങനത്തെ ചില ഇതിലൊക്കെയാണ്. നമ്മളത് ചിലപ്പോൾ അതിൽ ഇടപെടണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നില്ല. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നെങ്കിൽ അത് ഇതിനെല്ലാം നന്നായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ മാമാക്കത്തിൻ്റെ ഇത് തന്നെ നോക്കുമ്പോൾ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ആയിരിക്കുമായിരുന്നു അതിലോട്ടൊന്നും പോകാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇല്ലാതെ എനിക്ക് ആദ്യം തന്നെ ഇത് വിട്ടിട്ട് പോകാമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം നമ്മുടെ വാശിയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നഷ്ടലാഭമൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മളും പലരും ഒക്കെ അനുഭവിക്കേണ്ടത്. ഇപ്പോൾ അതിനാണ് യോഗം എന്നുണ്ടെങ്കിൽ എന്ത് ദിവസമായിരിക്കും. അതാണ് വാസ്തവം. എന്തായാലും മേടിച്ചേട്ടാ 2025 നല്ല വർഷമായി മാറട്ടെ. എനിക്ക് 2025 ആദ്യ ഇൻ്റർവ്യൂ എനിക്ക് തന്നെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ കുറേ ഫോളോ ചെയ്തു, കുറേ നാളായി എന്നെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ വന്ന ദിവസം തന്നെ നമ്മൾ നോക്കി പിടിച്ചങ്ങ് വന്നു. ഈ രേഖാചിത്രം സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഇനിയും നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യട്ടെ. നിർമ്മാതാക്കളുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് തരാൻ അവർ ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ല, എനിക്കിത് പറയാനുള്ളത് ഈ മാമാങ്കം തുടങ്ങിയുള്ള മിക്ക സിനിമകളിലും എനിക്ക് ആനന്ദ ശ്രീബാലയിലൊന്നും നമ്മളങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടിയില്ല. അതെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ സിനിമകളിലും ഹൈദരാലി വരികയും ഇൻ്റർവ്യൂ എടുത്തുകയും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാമാങ്കത്തിൻ്റെ സമയത്ത് അറിയാമല്ലോ, ഒരു സിനിമ ഉദ്ദേശിച്ച പോലെ പോയില്ലെങ്കിൽ പിന്നെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല നമ്മൾ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലായിരുന്നു. ആ സമയത്ത് പോലും നിങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാറ്റിൽ ഇൻ്റർവ്യൂ എടുത്ത് ആ സിനിമ നമ്മുടെ ഒരു എന്തെന്നാണ് നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നത്. ഞാനതല്ലാതെ എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ അറിയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെറുതെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ജനങ്ങൾ വായിക്കും. അപ്പോൾ അത് ഞാൻ എന്നും ഓർക്കണ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ സിനിമ ഇപ്പോൾ 2018 എനിക്ക് 2-3 ഇൻ്റർവ്യൂ ആണല്ലോ. അതേപോലെ തന്നെ മാളികപ്പുറത്തിനുണ്ടായിരുന്നു, ചാവേറിനുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിന് വന്നു. അപ്പോൾ ഫ്യൂച്ചറിലും നമുക്ക് ഇങ്ങനെയുള്ള ഈ എന്താണ് പറയണ ഈ OTT ഈ പറയണ യൂട്യൂബും പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമാണ് നമുക്ക് സിനിമനെ
മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ന്യൂസ് പേപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഹോൾഡിങ്സ്, അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായിട്ടും എന്നും കൂടെ ഉണ്ടാവും. ഒത്തിരി സന്തോഷം. ഓക്കെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.